അച്ഛൻ വന്നോ? അമ്മ കാണൂ. പമ്മി പമ്മിയാണോ അച്ഛൻ വരുന്നത്? മിന്നിച്ചിട്ട് വന്നു. മീൻ മീതാ. ഏട്ടൻ കുറച്ച് കിങ് ഫിഷും അയലയായിരുന്നു കൊണ്ടുവന്നത്. ഏട്ടന് വറക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് ഇച്ചിരി കറി വേണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് മീൻകറി ഉണ്ടാക്കാമെന്ന് വെച്ചു. കുറച്ച് എണ്ണ മൂപ്പിച്ച് അതിനകത്ത് ഉലുവായും കടുകും പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ക്രഷ് ചെയ്തിടുക ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഞാനിതിൻ്റെ സൈസും ഷേപ്പും ഒക്കെ നോക്കി അരിഞ്ഞൊക്കെ ഇടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊന്നും നേരമില്ല. കണ്ടില്ലേ അവിടെ അവൻ നിൽക്കുന്നത്. ഞാൻ അതൊക്കെ ഷേപ്പും സൈസും ഒക്കെ നോക്കി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കുള്ള പുതിയ പണി അവൻ ഒപ്പിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ ക്രഷ് ചെയ്തിടാറേ ഉള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയിലോട്ട് കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തു അതിനകത്ത് ഉപ്പും കൂടി ഇടും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി അല്ലെങ്കിൽ പൊടി ഇടുന്ന സമയത്തേ കരിഞ്ഞു പോകാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം നല്ല തിളച്ച 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കും. എന്നിട്ട് 2-3 കഷ്ണം കുടംപുളിയും കൂടി ഇടുവേ. ഞങ്ങൾക്കിവിടെ മീൻകറി ഇല്ലാത്ത ദിവസമേ കുറവാണ് കേട്ടോ. ഋഷിക്കുട്ടൻ്റെ അച്ഛൻ മീൻ കൊണ്ടുവന്നപ്പോഴത്തെ സന്തോഷം കണ്ടായിരുന്നോ? അവനും ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്നതിനല്ല, ഇത് ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് കൈയിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൈ കരിയാപ്പില ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതും കൂടി ഇടുന്നത് നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഇല്ലാത്ത കരിയാപ്പില ഇടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ബാക്കി കഷ്ണങ്ങൾ വറക്കാനെടുത്തു. അതിനകത്ത് തലയും വാലും പിന്നെ കുറച്ച് കഷ്ണങ്ങളും കൂടി ഇട്ട് മീൻകറി വെച്ചു. ഈ മീൻകറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, 2-3 ദിവസം കേടാകാതിരുന്നോളും. ദിവസം ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.